ബ്രസീൽ മൊറോക്കോ മത്സരം 1-1 സമനിലയിൽ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മത്സരത്തിലെ ടാക്ടിക്കലി ആയിട്ടുള്ള കാര്യങ്ങളോ ഇല്ലെങ്കിൽ ഈ ഒരു മാച്ചിലെ പ്ലേയേഴ്സിന്റെ പെർഫോമൻസോ ഇതൊന്നും അല്ല നമ്മൾ നോക്കുന്നത്. ഈ ഒരു മാച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ചില ബ്രസീൽ ഫാൻസിന് ചില ഫുട്ബോൾ ഫാൻസിന് ഇത് കണക്റ്റ് ആകും, ചിലർക്ക് ഇത് കണക്റ്റ് ആകത്തില്ല. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ, അതായത് ഈ ഒരു ടാക്ടിക്കലി ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ടീമിന്റെയും പ്ലേയേഴ്സിന്റെ ഒക്കെ പെർഫോമൻസിനെ കുറിച്ചുള്ളൊരു വീഡിയോ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല, അപ്പോൾ ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് വന്ന് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞേക്കാം. ഒന്നാമത്തത്, ഞാൻ ബ്രസീലിന്റെ മത്സരങ്ങൾ ചെറുപ്പം മുതൽ കാണുന്ന ആളാണ്. ഞാൻ ജനിച്ചതിന് ശേഷം ബ്രസീൽ വേൾഡ് കപ്പ് നേടിയിട്ടില്ല. പക്ഷെ ബ്രസീലിന്റെ മത്സരങ്ങൾ ഇഷ്ടപ്പെടാനായിട്ട് ഉള്ളൊരു കാരണം, അവർ കളിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സാധനമുണ്ട്, അവർ ഗ്രൗണ്ടിൽ ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ പരിപാടി. അത് സ്റ്റിൽ മിസ്സിങ് ആണ്. 2022 വേൾഡ് കപ്പിൽ ഞാനത് കണ്ടിരുന്നു. അതിനുശേഷം നടന്നിട്ടുള്ള ഈ ഒരു 4 വർഷക്കാലം ആ ഒരു സംഭവം കാണാൻ പറ്റിയിട്ടില്ല. സ്റ്റിൽ അത് മിസ്സിങ് ആണ്. അത് അടുത്ത മത്സരങ്ങളിൽ ശരിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു മൊറോക്കയുടെ മത്സരങ്ങൾ കഴിഞ്ഞ വേൾഡ് കപ്പ് മുതലാണ് ഞാൻ കാണുന്നത്, അതിന് മുമ്പൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പ് മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ മൊറോക്കയുടെ ഗെയിമിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വെറും ഡിഫെൻസീവ് ആയിട്ടായിരുന്നു കഴിഞ്ഞ വേൾഡ് കപ്പ് മൊറോക്കോ കളിച്ചിരുന്നത്, പക്കാ ഡിഫെൻസീവ് ഗെയിമായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങോട്ട് അങ്ങനെയല്ല. ഇപ്പോൾ മൊറോക്കോ നന്നായിട്ട് അറ്റാക്കിങ് ഫുട്ബോളും നന്നായിട്ട് ബിൽഡപ്പുകളൊക്കെ ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗെയിം മൊറോക്കോയ്ക്ക് ഈ മത്സരത്തിലും പുറത്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നതാണ്. ഞാൻ അവസാനത്തെ ആ ഒരു മൊറോക്കോയുടെ ആ ഒരു ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് മത്സരങ്ങളൊക്കെ കണ്ടതാണ്. അപ്പൊ അതിലും അവർ കളിച്ചിരുന്ന അതേ ഒരു ഗെയിം ഇവിടെ അവർക്ക് പുറത്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഈ ഒരു മാച്ചിലേക്ക് വരികയാണെങ്കിൽ, ആദ്യം കളി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ ഒരു മൊറോക്കോ ആയിരുന്നു അത്യാവശ്യം നന്നായിട്ട് കളിച്ചിരുന്നത്. ആദ്യത്തെ ഒരു 5-6 മിനിറ്റ് അവരുടെ ഒരു നല്ല ഗെയിം കണ്ടിരുന്നു. 2 വിങ്ങി കൂടുതൽ അറ്റാക്കുകൾ, ബ്രസീലിന്റെ വിങ് ബാക്സിന്റെ ഫൗളുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ബ്രസീൽ കളിയിലേക്ക് പതുക്കെ കയറി വന്നു. ബ്രസീലിന്റെ ഒരു ഗെയിം പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞു. ബ്രസീൽ അങ്ങനെ നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു ഗോൾ വരുന്നത്. 21-ാം മിനിറ്റിൽ ആ ഒരു ഗോള്, കിടിലൻ ഗോള്. ആ ഗോളിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ എടുത്തു പറയേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, ആ ഒരു ബെർഹിൻ ഡയസ് കൊടുത്ത പാസ്, വാട്ട് എ പാസ്! ആ ഒരു 2 പില്ലറാണ് അവര്. ആ മാർക്കിനോസും ഗബ്രിയലും 2 പില്ലറാണ്. ആ 2 പില്ലേഴ്സിന്റെ ഇടയിൽ കൂടെ അങ്ങ് വെച്ച് കൊടുത്ത പാസ് ഒരു ബ്രില്യൻ പാസ്സാണ്, ബ്രില്യൻ ത്രൂ ബോളാണ് ബെർഹിൻ ഡയസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കിട്ടിയ പാടെ അത് ഗോളാക്കിയ രീതി, ഒരു സെന്റർ ഫോർവേഡ് എങ്ങനെയാണ് അവിടെ പെരുമാറേണ്ടത് അത് പ്രോപ്പറായിട്ട് ആള് ചെയ്തു. അങ്ങ് കോരി ഇട്ടു. ഏണി വെച്ചാൽ കൂടെ ആലിഫിന് പിടിക്കാൻ പറ്റത്തില്ല, അങ്ങനെ കോരി വെച്ചു കൊടുത്തു. ഒരു പ്യുവർ ഫിനിഷിംഗ് ആണ് നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. മൊറോക്കൻ താരമായ ഇസ്മയിൽ സൈബീരിയുടെ ആ ഒരു ഗോള് തന്നെ മൊറോക്കോയ്ക്ക് സത്യം പറഞ്ഞ ഒരു ബൂസ്റ്റപ്പായി. ഞാൻ ആ ഒരു ഗോളിന് ശേഷം ബ്രസീൽ ശക്തമായി തിരിച്ചടിക്കുന്നു പ്രതീക്ഷിച്ചപ്പോൾ, ആ ഗോളിന് ശേഷമുള്ള ഒരു 10 മിനിറ്റ് മൊറോക്കോ ആയിരുന്നു നന്നായിട്ട് കളിച്ചിരുന്നത്. ആ ഒരു മൊറോക്കോയുടെ ഗെയിം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വിനീഷ്യസിന്റെ വണ്ടർ സാധനം വരുന്നത്. ഐക്കോണിക് ആണ്, വിനീഷ്യസിന്റെ ട്രേഡ് മാർക്ക് സാധനമാണ്. ലെഫ്റ്റിൽ കൂടെ എങ്ങനെ പോയിട്ട് കട്ട് ചെയ്ത് ബോക്സിൽ കയറി പ്ലെയറിനെ ബീറ്റ് ചെയ്തതിന് ശേഷം അടിച്ചങ്ങ് കയറ്റുന്ന ഈ ഒരു പരിപാടി കണ്ട് മടുത്തു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. നമ്മൾ എത്ര കണ്ടാലും മടുക്കത്തില്ല, അത് വേറൊരു സംഭവമാണ്. എന്നാലും നമ്മൾ ഈ ഒരു വിനീഷ്യസിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു സംഭവം എത്ര തവണയാണ് കണ്ടിട്ടുള്ളത്. ആള് നേടിയിട്ടുള്ള കരിയറിലെ മൊത്തം ഗോൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു 4-1 ഇത് തന്നെ ആയിരിക്കും എന്നതാണ് എനിക്ക് തോന്നുന്നത്. കിടിലൻ ഗോളാണ്. ആ ഒരു ഗോൾ സമനിലയായി. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ വളരെ മികച്ച പെർഫോമൻസ് ഫസ്റ്റ് ഹാഫിൽ 2 ടീം നടത്തിയിട്ടുണ്ട്. അത് മാറി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ലൂക്കാസ് പക്കേറ്റയുടെ ഒരു ബൈസൈക്കിൾ ശ്രമം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ റിച്ചാർലിസൺ അടിച്ചിരുന്ന ആ ഒരു ഗോളിനെ ഒരു നിമിഷമെങ്കിലും എല്ലാവരും ആ ഒരു ഗോൾ ഓർത്ത് കാണും. അതുപോലത്തെ ഒരു സംഭവമായിരുന്നു അത്. പക്ഷെ അത് പ്രോപ്പർ കണക്റ്റ് അല്ല. കീപ്പർ ബോനോയ്ക്ക് സംബന്ധിച്ച് അത് ഈസി ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റി എന്നതാണ്. വളരെ മികച്ച രീതിയിൽ ഫസ്റ്റ് ഹാഫ് അങ്ങനെ അവസാനിച്ചു. സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഹാഫ് അത്ര മികച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കുറച്ചെങ്കിലും ഒരു ഗെയിം നമുക്ക് കാണാൻ പറ്റിയിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ 2 ടീമും എന്തിനൊക്കെയോ വേണ്ടി കുറെ പാസ് ചെയ്യുന്നു, കുറെ മൂവ്മെന്റ്സ് ഉണ്ടാക്കുന്നു എന്നല്ലാതെ അതൊക്കെ ഫിനിഷ് ചെയ്യണം, അതൊക്കെ ഗോളാക്കണം, കൺവേർട്ട് ചെയ്യണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നില്ല എന്നതാണ്. ഈ ഒരു ബ്രസീലിന്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ
ബ്രസീലിലെ പ്ലേയേഴ്സ് ഓവറോൾ നോക്കുമ്പോൾ എല്ലാവരും മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ട്. പക്ഷെ ഇൻഡിവിജ്വലി മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആയിപ്പോയി. അതായത് ഒരു ടീം ഗെയിം ഉണ്ടല്ലോ. ഇപ്പൊ അറ്റാക്കിങ്ങിലേക്ക് വരാം. അറ്റാക്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഫ്രണ്ടിലുള്ള 3 പ്ലേയേഴ്സ് അങ്ങ് പോയി. പിന്നെ അവർക്ക് ബോൾ കൊടുക്കണം, അങ്ങ് എത്തിച്ചു കൊടുക്കണം. എത്തിക്കാനായിട്ട് ആളില്ല. മനസ്സിലാകുന്നുണ്ടോ? അതായത് ബോള് എടുത്തു, ഒരു പ്ലെയർ എടുത്തു, ആ പ്ലെയറിനെ വാങ്ങാനായിട്ട് നിൽക്കാതെ ഈ ഒരു അറ്റാക്കിംഗ് പ്ലേയേഴ്സ് അങ്ങ് പോയി കഴിഞ്ഞു. അപ്പൊ ഇന്നെ അങ്ങോട്ട് കൊണ്ടു കൊടുക്കുക, ഇല്ലെങ്കിൽ അങ്ങോട്ട് എത്തിക്കുക, എങ്ങനെയെങ്കിലും എത്തിക്കുക. ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. സാധാരണ ബ്രസീലിയൻ പ്ലേയേഴ്സ് അങ്ങനെയല്ല. ഒരാളോ 1-2 പേര് ഫ്രണ്ടിൽ പോകും, ബാക്കിയുള്ളവർ ആ ബോൾ വാങ്ങി കളക്ട് ചെയ്ത് കൊണ്ടുപോകാനാണ് ശ്രമിക്കാറ്. ഇല്ലെങ്കിൽ ഒരു, അതായത് ചില സമയങ്ങളിലൊന്ന് കൗണ്ടർ അറ്റാക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാതെ പോയതിന്റെ ഒരു റീസൺ ഇതായിരുന്നു. പിന്നെ മിഡ്ഫീൽഡിൽ ബോൾ മിസ് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ആ ഒരു റീബൗണ്ട് കളക്ട് ചെയ്യുന്നത്, അവിടെ യഥാർത്ഥത്തിൽ ബ്രസീൽ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഓപ്പോസിറ്റ് ടീമിന്റെ അറ്റാക്ക് കഴിയുമ്പോൾ ബോൾ റീബൗണ്ട് വരുമല്ലോ, അത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പകുതി അറ്റാക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷെ അത് പിന്നെയും മിസ്സാകും. പിന്നെയും ഈ ഒരു മൊറോക്കോ എടുത്തിട്ട് പോയി പിന്നെയും അത് ഒരു അറ്റാക്കാക്കി മാറ്റുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഈ ഒരു മത്സരത്തിലുണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് മാച്ച് ആണല്ലോ. അടുത്ത മത്സരങ്ങളിൽ ബ്രസീൽ വീണ്ടും ശക്തമായി തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മൊറോക്കോയെ സംബന്ധിച്ച് മൊറോക്കോ ഓവറോൾ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അവർക്ക് പറ്റുന്ന ഒരു സംഭവം അവർ ചെയ്തു. മൊറോക്കോയിലെ പല പ്ലേയേഴ്സും യൂറോപ്പിലെ ടോപ്പ് 5 ലീഗിൽ പല ലീഗുകളിലും കളിക്കുന്നുണ്ട്. ചെറിയ ചെറിയ ടീമുകളിലാണെങ്കിൽ പോലും അവർ യൂറോപ്പിലെ ടോപ്പ് 5 ലീഗിൽ തന്നെ കളിക്കുന്ന പ്ലേയേഴ്സാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടിരുന്ന ചില മൊറോക്കൻ പ്ലേയേഴ്സ് ഉണ്ടല്ലോ, അവർ സ്കോഡിൽ തന്നെ ഇല്ല. ജനറേഷൻ ടീമാണ് മൊറോക്കോ എന്നൊക്കെ പറഞ്ഞിരുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ജനറേഷൻ ടീമൊന്നും അല്ല മൊറോക്കോ. മൊറോക്കോ പ്രോപ്പറായിട്ട് ഫുട്ബോള് അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. അവരുടെ രാജ്യം ഡെവലപ്ഡ് ഫുട്ബോൾ കൺട്രിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവിടെ വരുന്ന ഈ ഒരു ടീമിൽ കളിക്കുന്ന പലരും യങ്സ്റ്റേഴ്സാണ്. പല പ്ലേയേഴ്സും ഒരു ടോപ്പ് ലെവൽ ഫുട്ബോൾ കളിക്കുന്നവരാണ്. കിടിലനായിട്ട് അവർ കളിക്കുന്നുമുണ്ട് എന്നതാണ്. അവർ സബ്ബായിട്ട് ഇറക്കുന്ന പ്ലേയേഴ്സിന് പോലും അവരുടെ ആ ഒരു ടോപ്പ് ക്വാളിറ്റി കാണിക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഒരു ടീം അവരുടെ ആ ഒരു കൺട്രി ആ ഒരു ഫുട്ബോളിന്റെ ആ ഒരു ടോപ്പ് വെർഷനിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാവിയിൽ ഇതിലും മികച്ചൊരു ഫുട്ബോൾ ഈ ഒരു മൊറോക്കോയ്ക്ക് കളിക്കാൻ പറ്റും. മൊറോക്കോയുടെ യൂത്ത് ടീമൊക്കെ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നത് നമ്മൾ കണ്ടതാണ്. യൂത്ത് കോമ്പറ്റീഷൻസ്, ഫിഫയുടെ യൂത്ത് കോമ്പറ്റീഷൻസ് ഒക്കെ അവരടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മൊറോക്കൻ ടീമിന്റെ ആ ഒരു പെർഫോമൻസ് അത് നമുക്ക് അതുപോലെ തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ബ്രസീലിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു സംഭവം എവിടെയൊക്കെ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക്, അതായത് ബോള് മിസ്സാക്കുക, മിസ് പാസ് ആകുക, ടച്ച് മിസ്സാകുക, അതുപോലെ തന്നെ ഡ്രിബിളിങ്, അത് ആവശ്യമില്ലാത്ത ഡ്രിബിളിങ് വരുന്നു. അതുപോലെ തന്നെ ബോൾ കൺട്രോൾ ചെയ്യുന്നത്, സാധാരണ ബ്രസീലിയൻ പ്ലേയേഴ്സിന് ഈ ബോൾ കൺട്രോളിങ് ഒക്കെ കണ്ണും പൂട്ടി അവർ കാലി വാങ്ങും ബോള്, അങ്ങനത്തെ പ്ലേയേഴ്സാണ്. പക്ഷെ അവിടെയും ചെറിയ രീതിയിലുള്ള പിഴവുകൾ വരുന്നു. സെറ്റ് പീസസ്, അതായത് റാഫീഞ്ഞ എടുക്കുന്ന സെറ്റ് പീസസ് ഒന്നും പ്രോപ്പർ ആകുന്നില്ല. ഒരു 6ഓളം കോർണേഴ്സ് കിട്ടി, അതിലൊന്നും അവർക്കൊരു ഡേഞ്ചർ ആയിട്ട് മാറ്റാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഫ്രീ കിക്സ്, അങ്ങനെ കുറേ മിസ്റ്റേക്സ് ഉണ്ട്. ഓവറോൾ നോക്കുന്ന സമയത്ത് നല്ലൊരു ഗെയിമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗെയിം. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു ലെവലിലേക്ക് എത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ, കുഞ്ഞു വീഡിയോ ആണ്. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അടുത്തൊരു ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡ് സ്റ്റാർ.